ബംഗ്ലാദേശിൽ നിന്നും കേൾക്കുന്നത് വെറുമൊരു നിലവിളിയല്ല, അത് നിലനിൽപ്പിനായുള്ള അവസാന പോരാട്ടത്തിന്റെ ശബ്ദമാണ്. ഞങ്ങളെ രക്ഷിക്കൂ, ഞങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, അതിർത്തികൾ തുറക്കൂ എന്നൊരു ജനത മുഴുവൻ ഇന്ത്യയിലേക്ക് നോക്കി കൈകൂപ്പി കരയുകയാണ്. കാരണം ബംഗ്ലാദേശിന്റെ തെരുവുകളിൽ ഇപ്പോൾ മരണത്തിന്റെ നിഴൽ വീണിരിക്കുകയാണ്. ഹിന്ദു വേട്ടയുടെ അടുത്ത അധ്യായം അവിടെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ദീപു ചന്ദ്രദാസ്, അമൃത് മണ്ഡൽ ഈ പേരുകൾ വെറും വാർത്തകളല്ല. ഇസ്ലാമിക മതമൗലികവാദികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ട നിസ്സഹായരായ മനുഷ്യരുടെ ആദ്യത്തെ കണ്ണികളാണിവർ. രംഗ്പൂർ മുതൽ ധാക്ക വരെ, ചിഗ്ഗോങ് മുതൽ മൈമൻ സിംഗ് വരെ ഇന്ന് ഓരോ ഹിന്ദു കുടുംബവും ഭയത്തിലാണ് കഴിയുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ പേരിൽ ഞങ്ങൾ നിത്യവും അപമാനിക്കപ്പെടുന്നു, പക്ഷേ പ്രതികരിക്കാൻ ഭയമാണ്. തെരുവിലെ പരിഹാസങ്ങൾ ഏതു നിമിഷവും ആൾക്കൂട്ട കൊലപാതകങ്ങളായി മാറാം എന്നാണ് രംഗ്പൂരിലെ ഒരു സാധാരണക്കാരൻ വിതുമ്പലോടെ ടൈംസ് ഓഫ് ഇന്ത്യയോട് പറഞ്ഞത്. ഷെയ്ഖ് ഹസീന സർക്കാർ വീണതോടെ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന അവസാന സുരക്ഷാ കവചവും തകർന്നു എന്ന് അവിടുത്തെ ഹിന്ദുക്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നു. ഇന്ത്യയോട് രക്ഷിക്കാൻ വേണ്ടി കേണപേക്ഷിക്കാൻ മാത്രം എന്തിനെയാണ് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഇത്ര അധികം ഭയക്കുന്നത്? താരിഖ് റഹ്മാന്റെ തിരിച്ചുവരവ്. മുൻ പ്രസിഡന്റ് ഖാലിദ് സിയയുടെ മകനും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവുമായ താരിഖ് റഹ്മാൻ ബംഗ്ലാദേശിൽ വീണ്ടും സജീവമാകുന്നത് ഹിന്ദുക്കൾക്ക് നൽകുന്നത് വരാനിരിക്കുന്ന വലിയ പീഡനങ്ങളുടെ സൂചനയാണ്. ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നത് തങ്ങളുടെ വംശഹത്യയ്ക്ക് ആക്കം കൂട്ടുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ ഭീതിയുടെ അലയൊലികൾ ബംഗ്ലാദേശിൽ അതിർത്തിയും കടന്ന് ഇന്ത്യയിലെ മഹാരാഷ്ട്രയിലെ ഗഡ്ചിരോളിയിലും ഛത്തീസ്ഗഡിലെ പഖജൂരിലുമുള്ള അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലും ഇന്ന് നിഴലിക്കുന്നുണ്ട്. തങ്ങളുടെ സഹോദരങ്ങൾ അവിടെ കശാപ്പ് ചെയ്യപ്പെടുമ്പോൾ നോക്കി നിൽക്കാൻ അവർക്കാവുന്നില്ല ഈ അഭയാർത്ഥികൾക്ക്. ഇന്ത്യ മാത്രമാണ് തങ്ങളുടെ ഏക പ്രതീക്ഷയെന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഉറച്ചു വിശ്വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഹിന്ദു സംഘടനകൾ നിശബ്ദത പാലിക്കുന്നത്? പ്രതിസന്ധി ഘട്ടത്തിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ആശ്രയിക്കാൻ കഴിയുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യം ഭാരതമാണ് എന്ന് നിഖിൽ ബംഗ്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഡോക്ടർ സുബോധ് ബിശ്വാസ് പറയുന്നു. കൂടുതൽ ഹിന്ദുക്കൾ കൊല്ലപ്പെടാൻ കാത്തു നിൽക്കാതെ അവർക്ക് ഇന്ത്യയിലേക്ക് വരാൻ പാകത്തിന് അതിർത്തികൾ തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ്. അതിർത്തികളിൽ കടുത്ത നിയന്ത്രണങ്ങൾ തുടരുമ്പോൾ വരാനിരിക്കുന്ന വംശഹത്യയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിടമില്ലാതെ ആ ജനത ശ്വാസം മുട്ടുകയാണ്. ബംഗ്ലാദേശ് ഇന്നൊരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്. അവിടെയുള്ള ഹിന്ദുക്കളുടെ ജീവിതം ഓരോ സെക്കൻഡിലും അപകടത്തിലാണ്. സ്വന്തം മണ്ണിൽ അന്യരായി മാറുന്ന, വേട്ടയാടപ്പെടുന്ന ആ മനുഷ്യർക്ക് ഇന്ത്യ കരുത്തുറ്റ താങ്ങായി മാറേണ്ട സമയമാണിത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.